എല്ലാവർക്കും വന്ദനം. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസവും ജീസസ് എവരിഡേ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. യേശു എത്ര വിശ്വസ്തനാണ്. എല്ലാവിധ പ്രാർത്ഥനയ്ക്ക് സഹകരണങ്ങൾക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ എനിക്ക് ഒത്തിരി യാത്രകളും പ്രാർത്ഥനാ കൂട്ടായ്മകളും ഉണ്ടായിരുന്നു. ഒത്തിരി പേരെയെല്ലാം കണ്ടു. വളരെ ചെറുപ്പത്തിലെ കണ്ട കുഞ്ഞുങ്ങളൊക്കെ അവരെല്ലാം ഉയർന്ന് വലിയ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ ആയിട്ട് മാറി. അവരുടെയൊക്കെ വീടുകളിലെ കൂട്ടായ്മകൾ അവിടെയൊക്കെ ഒന്ന് പോകേണ്ടതായിട്ട് വന്നു. ചില ചർച്ചകളിൽ പോകാൻ കഴിഞ്ഞു. എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അനേക സ്ഥലങ്ങളിലേക്ക് നമ്മെ ആവശ്യമുണ്ട്. നാം നമ്മുടെ വീടിന് വേണ്ടി മാത്രം ഉള്ളവരല്ല. നാം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമാണ്, നീ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് വീട്ടിൽ ഒതുങ്ങി വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരിക്കുന്ന ഒരൊറ്റ ദിവസം ഉണ്ടാകരുത്. അങ്ങനെ ഇരുന്നാൽ നമ്മുടെ മനസ്സ് വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കും. ഞാനിങ്ങനെ ഒരു കോട്ട് കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: ദ ഐസ് ആർ യൂസ്ലെസ് വെൻ ദ മൈൻഡ് ഈസ് ബ്ലൈൻഡ്. മനസ്സ് അന്ധമാണെങ്കിൽ പുറമെയുള്ള കണ്ണുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. മനസ്സിനകത്ത് ഇരുട്ട് കയറിയാൽ പിന്നെ പുറമേ കണ്ടാൽ എല്ലാം ഇരുട്ടായിട്ടേ തോന്നും. നമ്മുടെ നാട്ടിലെ ഒരു ചൊല്ലുണ്ട്, മഞ്ഞപ്പിത്തമുള്ളവന് എല്ലാം മഞ്ഞയാണെന്ന്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം നെഗറ്റീവായിട്ട് നമുക്ക് തോന്നും. എല്ലാം എങ്ങനെയുണ്ട്? വളരെ മോശമാണ്. ഭാര്യ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട. പിള്ളേരോ? അതിനെക്കുറിച്ച് ഓർക്കാനേ വയ്യ. സാമ്പത്തികമോ? അതാകെ തകർന്ന് കിടക്കുകയാണ്. എന്നാൽ മനസ്സ് പുതുക്കിയ ഒരാളോട് ചോദിക്കുക, എങ്ങനെയുണ്ട് ഭാര്യ? പ്രൈസ് ദി ലോർഡ്, ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവൾ ഉടനെ സൗഖ്യമായി എഴുന്നേൽക്കും. പിള്ളേര് കർത്താവ് തന്ന ദാനമല്ലേ. ഇന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് അവരെ കൈവിടുമോ? പാസ്റ്ററെ, സാമ്പത്തികം ദൈവം ബുദ്ധിമുട്ടൊക്കെയും ധനത്തിനൊത്തവണ്ണം തീർക്കും. ഇന്നൊരു 2 കോടി കടമുണ്ട്, എന്നാൽ കർത്താവ് അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരും. ഇതാണ് മനസ്സ് തുറന്ന, മനസ്സിന് കാഴ്ച കിട്ടിയ ഒരു വ്യക്തിക്കുണ്ടാകുന്നത്. എന്നാൽ പുറമേയുള്ള കണ്ണ് തുറന്നിരുന്നാൽ, മനസ്സ് അന്ധമാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സംസാരിക്കുന്നത് മുഴുവനും നേരെ കാണുന്നത് പോലെ സംസാരിക്കും. അപ്പോൾ നേരെ കാണുന്ന കാഴ്ചയിൽ നിങ്ങളൊന്നും വിധിക്കരുത്. ദൈവവചനപ്രകാരം നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്തിട്ട് വേണം ഓരോ സാഹചര്യങ്ങളെയും വിലയിരുത്തേണ്ടത്. ഈ സന്ദേശം നിങ്ങൾ ചിന്തിക്കണം. എന്താണ് ഇന്ന് നിങ്ങൾ ആരംഭത്തിൽ കേട്ടത്? ഞാൻ എല്ലാ ജീസസ് എവരിഡേയിൽ ആരംഭത്തിൽ 2-3 മിനിറ്റ് ഒരു കോട്ട് പറയാറുണ്ട്. അതിനെ ചേർത്ത് ചില സന്ദേശങ്ങൾ പറയാറുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ്. അതുകൊണ്ട് നമ്മുടെ പുറമെയുള്ള കണ്ണിനേക്കാൾ അകമേയുള്ള കണ്ണ് തുറന്നിരിക്കണം. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് യോഹന്നാൻ 9: കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. കാണാത്തവർ അത് കാണും. പുറമെയുള്ള കണ്ണും തുറക്കും, അകമയുള്ള കണ്ണും തുറക്കും. അതാണ് ആ കുരുടന്റെ അവസ്ഥ. അവന്റെ കണ്ണ് തുറന്നു. ശീലാഹാം കുളത്തിൽ പോയി കഴുകി അവന്റെ കാഴ്ച കിട്ടി. അതിനുശേഷം യേശുവാണ് സൗഖ്യമാക്കിയെന്ന് അറിഞ്ഞപ്പോൾ അവന്റെ പ്രതികൂലത്തിൽ യേശു രക്ഷകനാണ്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് ഏറ്റുപറഞ്ഞു. അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. പിന്നത്തേതിൽ യേശുവിനെ അവൻ കണ്ടു, വീണ് യേശുവിനെ ആരാധിച്ചു. അപ്പോൾ യേശു പറഞ്ഞ വാക്കാണ്, ഇങ്ങനെ കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകാനും ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് പുറമെയുള്ള കണ്ണിനേക്കാൾ അകമയുള്ള കാഴ്ച വളരെ വളരെ വലുതാണ് എന്ന് ഓരോ പ്രിയപ്പെട്ടവരും അറിയട്ടെ. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വേദഭാഗം അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ പുറമെയുള്ള കാഴ്ച നഷ്ടപ്പെട്ട് 3 ദിവസം വീട്ടിലിരിക്കാൻ പോകുന്ന ശൗലിന്റെ ചരിത്രമാണ്. അതായത് യേശുവിനെ
ഒരു ദർശനത്തിൽ വലിയ സൂര്യനേക്കാൾ വലിയ തേജസ്സിൽ കണ്ടതോടുകൂടി അവൻ്റെ പുറമേയുള്ള കണ്ണടഞ്ഞു. എന്നാൽ അവൻ്റെ ആകമേയുള്ള കണ്ണ് തുറക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. 5-ാം വാക്യം വരെ അപ്പോസ്തല പ്രവൃത്തി 9 നമ്മൾ വായിച്ചു. 6-ാം വാക്യത്തിൽ 5 മുതൽ വായിക്കാം. നീ ആരാകുന്നു കർത്താവേ എന്ന് ശൗല് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ആള് വേണമായിരുന്നു. കുതിരപ്പുറത്ത് നന്നായിട്ട് മുന്നോട്ട് പോയ ആളാണ്, കണ്ണു മങ്ങിപ്പോയി. അവനെ കൈപിടിച്ച് നടത്തുന്നവരെ തപ്പി നടന്നു. അങ്ങനെ ഒരു വീട്ടിൽ കൊണ്ടുപോയി അവനെ പാർപ്പിച്ച ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എങ്കിലും യേശു അവന് കണ്ണ് തുറന്നു കൊടുത്തില്ല. അവൻ തപ്പിത്തടഞ്ഞ പട്ടണത്തിൽ ചെന്നു. കർത്താവ് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി വെളിപ്പാട് കിട്ടിയാൽ ഞാൻ നിങ്ങളോട് പറയാം. ചില കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. കണ്ണ് കാണാത്തവനോട് ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. എന്നാൽ അപ്പോൾ തന്നെ കർത്താവിന് സൗഖ്യമാക്കിക്കൂടെ? ഇല്ല, അവിടം വരെ പോണ്ടി വന്നു. ഒരു കുളത്തിൽ ഇറങ്ങി മറിഞ്ഞു വീണാലോ? അതൊന്നും കർത്താവിന് വിഷയമില്ല. വിശ്വാസമുള്ളവൻ എവിടെയും പോകുമെന്ന് കർത്താവിന് അറിയാം. ഇവനെ കർത്താവ് പണി ചെയ്യാണ്. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് യേശു പറഞ്ഞു. നീ ആക്രമിക്കാൻ പദ്ധതിയിട്ട ആ പട്ടണമില്ലേ, അങ്ങോട്ട് തന്നെ പൊയ്ക്കോ. നിന്റെ കയ്യിൽ അധികാരപത്രമില്ലേ, അതും പിടിച്ചുകൊണ്ട് പൊയ്ക്കോ. എന്നാൽ ഒരെണ്ണത്തിനെ തൊടാൻ നിനക്ക് കഴിയില്ല. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. ഏലീശയെ പിടിക്കുവാൻ 2 രാജാക്കന്മാര് 6-ാം അധ്യായത്തിൽ ഒരു സൈന്യം, ആരാം സൈന്യം ഏലീശ ഇരിക്കുന്ന മലയുടെ ചുറ്റും വളഞ്ഞു. ശിഷ്യൻ പേടിച്ചുപോയി. മലയുടെ ചുറ്റും സൈന്യമുണ്ട്. ഏലീശയ്ക്ക് പേടിയില്ല. കാരണം അവൻ്റെ അകത്തെ കണ്ണ് തുറന്നതാണ്. പുറത്തെ കണ്ണ് മാത്രം തുറന്നവൻ അയ്യോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ഏലീശ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ ഞാൻ കാണുന്നത് പോലെ ഇവനും ഒന്ന് കണ്ടിരുന്നെങ്കിൽ. അങ്ങനെ ശിഷ്യന്റെ കണ്ണ് തുറന്നപ്പോൾ മല നിറച്ച് അഗ്നിമയ രഥങ്ങളും തേരുകളുമുള്ള കാഴ്ച കണ്ടു. അതിനുശേഷം ഏലീശയുടെ അടുക്കലേക്ക് ഈ സൈന്യം വന്നപ്പോൾ ഏലീശ ഒന്നുകൂടി പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ജനത്തിന് അന്ധത പിടിപ്പിക്കണമേ. അവരന്ധത പിടിച്ചു, തപ്പിത്തടഞ്ഞ് നടക്കുന്നു. അപ്പൊ ഏലീശ പറഞ്ഞു, നിങ്ങൾക്ക് എവിടെ പോകണം? വാളും പരിചയും കുന്തവും എല്ലാമായ സൈന്യ വീരന്മാർ അവർ അന്ധന്മാരായിപ്പോയി. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ചെയിനായിട്ട് ഒരു ചങ്ങല പോലെ ക്യൂ ആയിട്ട് അവർ നിൽക്കുകയാണ്. മുമ്പിൽ നടക്കുന്നവന്റെ പുറകെ കൈപിടിച്ച് അവരും. അപ്പൊ ഏറ്റവും മുൻപിൽ ഏലീശ പറഞ്ഞു, വാ നിങ്ങൾ പോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോകാം. ശമരിയ പട്ടണത്തിന്റെ നടുക്കെത്തി. പിന്നെ ഏലീശ പ്രാർത്ഥിച്ച്, കർത്താവ് ഇവരുടെ കണ്ണു തുറക്കണമേ. ഇവരുടെ കണ്ണു തുറന്നപ്പോൾ ഇവര് കാണുന്ന കാഴ്ച, ഇവര് ശത്രു രാജ്യത്തിന്റെ നടുക്ക് നിൽക്കുന്നു. രാജാവും മന്ത്രിമാരും സൈന്യവും അവിടെ വളഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. ഈ സമയത്ത് രാജാവ് ചോദിക്കുന്നുണ്ട്, പിതാവേ ഇവരെ വെട്ടിക്കളയട്ടെ. അപ്പൊ ഏലീശ പറയുന്നുണ്ട്, വേണ്ട, വാളും വില്ലുമായി പിടിച്ച ഇവരെ ഒരിക്കലും ഒന്നും ചെയ്യണ്ട. പ്രാർത്ഥന കൊണ്ട് പിടിച്ചതാണ്, അവരെ വെറുതെ വിടണം. എന്നിട്ട് ഏലീശ പറഞ്ഞു, ഇവർക്ക് നല്ല ഒരു വിരുന്നൊരുക്കാൻ പറഞ്ഞു. നല്ല ചിക്കൻ ബിരിയാണി, ഐസ്ക്രീം ഇതെല്ലാം കഴിച്ചിട്ട് അവര് അവിടെ നിന്ന് ആ ശത്രുക്കളെ ഏലീശ യാത്രയാക്കി. പിന്നെ അവിടെ വായിക്കുന്നു, പിന്നീട് ഒരിക്കലും അരാം സൈന്യം ആ ദേശത്തേക്ക് വന്നില്ല. ചമ്മി ആകെ നാണം കെട്ടുപോയി, ഒന്നും ചെയ്യാതെ വിട്ടു. അപ്പോൾ അവിടെ തെളിഞ്ഞത് ഇവരുടെ ദൈവം വലിയ ദൈവമാണ്. ഇവരുടെ ദൈവം അഭിഷേകം ചെയ്ത ഏലീശ ശ്രേഷ്ഠനാണ്. ഇവരുടെ രാജ്യം ദൈവത്തിൻ്റെ രാജ്യമാണ്. ഇവരുടെ രാജ്യത്തെ തൊട്ട് കളിക്കാൻ ആർക്കും കഴിയില്ല എന്നിങ്ങനെയുള്ള സന്ദേശമാണ് ശത്രു രാജ്യത്തിന് കിട്ടിയത്. അതുകൊണ്ട് അവര് ചെന്ന് അരാം രാജാവിനോട് കാര്യം പറഞ്ഞപ്പോൾ രാജാവ് പേടിച്ചുപോയി. എല്ലാവരും കാഴ്ച പോയി. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ കാണുന്നത്. യേശു കർത്താവ് നേരിട്ട് വന്ന്
ഇവനോട് പറയണ, നേരെ പട്ടണത്തിലോട്ട് തന്നെ ചെല്ല്. അവിടെ ചെല്ലുമ്പോൾ പറയും എന്ത് ചെയ്യണമെന്ന്. അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം, അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. വെറുതെ ഒരു ശബ്ദം പോലെ കേട്ടു, ഒരു മുഴക്കമുണ്ടായി. എന്നാൽ എന്താ പറയുന്നതെന്നും ആരാ പറയുന്നതെന്നും അവർ കണ്ടുകയോ കേൾക്കുകയോ ചെയ്തില്ല. എന്തോ സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. ഒരാൾ മാത്രം താഴെ വീണു, ഒരാളുടെ മാത്രം കാഴ്ച പോയി. കർത്താവിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒരാളെ മാത്രം തൊടാൻ കഴിയും. ഒരു സമൂഹത്തിൽ ചെന്നാൽ പലരെയും അതിജീവിച്ചിട്ട് വേണം നമ്മൾ ഉദ്ദേശിച്ച ഒരാളെ തൊടാൻ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. സിനിമയിൽ കണ്ടിട്ടില്ലേ, ഒരാളെ ഏറ്റവും ഗുണ്ടാത്തലവനെ പിടിക്കണമെങ്കിൽ അതിനു മുമ്പുള്ള സെക്യൂരിറ്റികളെ മുഴുവൻ ഇടിച്ച് മറിച്ച്, സിനിമയിലുള്ള ബ്രൂസ്ലിയും ജാക്കി ചാൻ പോലെയുള്ള ആൾക്കാർ എല്ലാവരും ഇടിച്ച് മറിച്ച് ഏറ്റോടിലത്തെ ഇടിയാണ് മെയിൻ ഗുണ്ടാത്തലവൻ, കൊള്ള നേതാവിനെ പിടിക്കുന്നത്. അപ്പം അതിനകത്തും സിനിമകൾക്കകത്തും ഒരു വില്ലനുണ്ട്, ഒരു നല്ലവനുണ്ട്. നന്മ തിന്മകളുടെ കഥയാണ് സിനിമകൾ. എല്ലാം മനുഷ്യ ഭാവനയിലുണ്ടായി വരുന്ന കഥകൾ മാത്രം. എന്നാൽ അതിൻ്റെ ഒറിജിനൽ രൂപം ബൈബിളിലാണ്. ദൈവം ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിനെതിരെ എഴുന്നേറ്റവനെ ദൈവം, ചുറ്റും കുറെ പേരുണ്ടെങ്കിൽ അവരെ ആരെയും തൊട്ടില്ല, അവർക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരാൾ കർത്താവ് മാത്രമാണ്. ഒറ്റ മനുഷ്യന് കഴിയാത്ത കാര്യം. ഒരാളെ മാത്രമായിട്ട് പിടിക്കാൻ കഴിയും. ചൂണ്ടയിട്ട് കൊളുത്തി പുറത്തെടുക്കും. മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പത്രോസിനോട് കർത്താവ് പറഞ്ഞില്ലേ? അതേ കർത്താവിൻ്റെ പരിപാടിയത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവനെ മാത്രം ചൂണ്ടിയിട്ട് പൊക്കിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും. എല്ലാം കർത്താവ് മുഴുവനും പറയാറില്ല. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും, ദൈവത്തിൻ്റെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അടുത്ത കാര്യം കർത്താവ് സംസാരിക്കും. എന്നാൽ മറ്റുള്ളവരോട് കർത്താവിന് സംസാരിക്കണമെന്ന് താല്പര്യമില്ല. കാരണം കർത്താവിൻ്റെ വിളിക്കകത്തവരില്ല. കർത്താവിൻ്റെ വിളിക്കകത്തുള്ള ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ഇന്ന് ജീസസ് എവരിഡേ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഒട്ടൊഴിയാതെ കർത്താവിൻ്റെ വിളിക്കകത്തുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ സന്ദേശം ഇരുന്ന് കേൾക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിത് മാറ്റിയിട്ട് പകരം ഏതെങ്കിലും സിനിമയോ ഏതെങ്കിലും ലോകത്തിൻ്റെ പരിപാടിയോ കാണും. ഇല്ല, നിങ്ങളത് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങളുടെ വിളിയാണ് നിങ്ങളെ ദൈവവചനത്തിലേക്ക് ആകർഷിക്കുന്നത്. നിങ്ങൾക്ക് ദൈവവചനം വിട്ട് മാറാൻ കഴിയില്ല. നിങ്ങൾ കർത്താവിനാൽ വളരെ 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 വിലപ്പെട്ടവരും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങളുടെ കൂട്ടത്തിലുള്ള, നിങ്ങളുടെ ഒപ്പം നടക്കുന്ന പലരുടെയും ജീവിതത്തെക്കാൾ വളരെ വിലപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ വീട്ടിലുള്ളവരെക്കാൾ വിലപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ നാട്ടിലുള്ളവരെക്കാൾ വിലപ്പെട്ടവരാണ് നിങ്ങൾ. കർത്താവിന് നിങ്ങളെ വേണം. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളെ മാത്രം സന്ദർശിക്കുന്നത്. കർത്താവ് നിങ്ങളോട് മാത്രം സംസാരിക്കുന്നത്. കർത്താവ് ഒരാളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയിലൂടെ ഭയങ്കര മൂവ് നടക്കാൻ പോവുകയാണ്. മോശയുടെ കാലം വരെയും ദൈവം യോശുവയോട് മിണ്ടിയില്ല എന്ന് കരുതി യോശുവ ദൈവത്തിൻ്റെ വിളിയിലുള്ളതല്ലേ? ആണ്. ദൈവത്തിൻ്റെ വിളിയിലുള്ളതാണെങ്കിലും ദൈവം സംസാരിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ മുതൽ ഒരു മൂവ് ഉണ്ടാകും. ഏത് മൂവിൻ്റെ പുറകിൽ ദൈവശബ്ദമാണ്. ഏത് ഷിഫ്റ്റിൻ്റെ പുറകിലും ദൈവശബ്ദമാണ്. ഇത് കേൾക്കുന്ന പലർക്കും ഇന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാകട്ടെ. ഇന്ന് മുതൽ നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവശബ്ദം അത് നിങ്ങളെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകട്ടെ. യോശുവയുടെ പുസ്തകം തുടങ്ങുമ്പോൾ മോശയുടെ മരണശേഷം ദൈവം നൂന്റെ മകനായ
യോശുവയോട് അരുളി ചെയ്തു. പിന്നീട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കനാന്റെ അതിരുകളൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുക. നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കില്ല. ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് രാപ്പകൽ ധ്യാനിക്കണം. നിന്റെ ഹൃദയത്തിൽ നിന്ന്, വായിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ജീവകാലത്ത് ആരും നിന്റെ നേരെ നിൽക്കില്ല. നീ യുദ്ധം ചെയ്തെല്ലാം പിടിച്ചിട്ട് ഇസ്രായേൽ ജനത്തിന് അവകാശമാക്കി കൊടുക്കണം. പിന്നീട് നമ്മൾ വായിക്കുന്നത് യോശുവയുടെ ചരിത്രം. അവൻ ദേശങ്ങളെല്ലാം പിടിച്ചടക്കി അളവ് നൂല് മനോഹര ദേശത്ത് വീണു. നല്ലൊരവകാശം എല്ലാ ഗോത്രങ്ങൾക്കും കിട്ടി. ഒരു മനുഷ്യനെ കൊണ്ട് ദൈവശബ്ദം ഒരുവനിൽ വന്നാൽ അന്ന് മുതൽ അവൻ മുന്നോട്ട് ചലിക്കാൻ തുടങ്ങും. ഒരു വ്യക്തിയുടെ ഉണർവിൻ്റെ ചലനം ദൈവശബ്ദത്തിലാണ്. അതുകൊണ്ട് വേദപുസ്തകം, ദൈവവചന ധ്യാനം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അന്ന് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചത് ബൈബിളിൽ നിന്നല്ല, ബൈബിളില്ല. മോശയോട് സംസാരിച്ചത് ബൈബിളിൽ നിന്നല്ല, ബൈബിളില്ല. എന്നാൽ യോശുവയോട് ദൈവം സംസാരിക്കുന്നത് നേരിട്ടുമാണ്, അപ്പോൾ തന്നെ ബൈബിളിലൂടെയാണ്. അതുകൊണ്ട് രാപ്പകൽ ധ്യാനിക്കണം. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ബൈബിളിന്റെ പുസ്തകങ്ങളുടെ എണ്ണം കൂടുകയാണ്. ബൈബിളിന്റെ പുസ്തകങ്ങളുടെ എണ്ണം കൂടി മോശ 5 പുസ്തകം എഴുതി. പിന്നീട് യോശുവയുടെ പുസ്തകം വന്നു. പിന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം വന്നു. ഇങ്ങനെ പുസ്തകങ്ങളുടെ എണ്ണം കൂടി 66 പുസ്തകമായപ്പോൾ ദൈവം ഇപ്പോൾ അധികം നേരിട്ട് സംസാരിക്കാറില്ല. 66 പുസ്തകത്തിലൂടെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ ചെവിയിൽ വന്ന് മന്ത്രിക്കാത്തത്? ദൈവം എന്തുകൊണ്ടാണ് എന്നോട് വ്യക്തമായി ഇടപെടാത്തത്? ഇപ്പോഴും ഇടപെടുന്നുണ്ടല്ലോ. ചില വ്യക്തികളോട് അടിയന്തരമായ ഘട്ടത്തിൽ അങ്ങനെയും ദൈവം സംസാരിക്കും. സ്വപ്നങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ, ദർശനത്തിലൂടെ, വെളിപ്പാടുകളിലൂടെ, ഓരോ സംഭവങ്ങളിലൂടെയും പ്രകൃതിയിലൂടെയും. ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പോകുമ്പോൾ എൻ്റെ യാത്രയിൽ പോകുന്ന വഴിക്ക് കാണുന്ന ബോർഡിലൂടെ ആയിരിക്കും അന്നത്തെ പ്രസംഗത്തിൻ്റെ ഒരു അടയാളം കിട്ടുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിട്ടും. അല്ലെങ്കിൽ ആ ചർച്ചിൽ ചെല്ലുമ്പോൾ, ആ കൺവെൻഷന് ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കുന്ന, എനിക്കൊരു കാപ്പി കൊണ്ടുവന്ന് തരുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു വാക്കായിരിക്കും എന്നോടുള്ള അന്നത്തെ ദൈവശബ്ദത്തിൻ്റെ തുടക്കം. അപ്പോൾ എനിക്ക് മനസ്സിലാകും ഇവിടെ ഇതാണല്ലേ പ്രസംഗിക്കേണ്ടത്. ദൈവം പ്രകൃതിയിലൂടെ, മനുഷ്യനിലൂടെ, ജീവികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, വേദനകളിലൂടെ, സന്തോഷത്തിലൂടെ, ഗിഫ്റ്റിലൂടെ, ഉറക്കത്തിലൂടെ, ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ. മതിയോ? ഇനി എങ്ങനെയെല്ലാം ദൈവം സംസാരിക്കണം? ദൈവം ഒരാളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി അടുത്ത തലത്തിലേക്ക് വരാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സന്തമായി കിടക്കുന്ന കാലത്തോളം നമുക്ക് ദൈവശബ്ദം മനസ്സിലാകില്ല. അതുകൊണ്ട് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം അറിയാൻ നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവഹിതം അറിയാൻ, ദൈവത്തിൻ്റെ ശബ്ദം അറിയാൻ മനസ്സിനെ അന്ധതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നത്തെ ഈ സന്ദേശം ഈ ദൈവമക്കൾക്ക്, യൗവനക്കാർക്ക്, കുടുംബങ്ങൾക്ക്, ഫാമിലികൾക്ക്, അഭിഷിക്തർക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഒരു അനുഗ്രഹമാക്കി അങ്ങ് മാറ്റുന്നതിനായി നന്ദി. ഈ കേൾക്കുന്ന വചനം ഇവരെ മാറ്റിമറിക്കട്ടെ, ഇവരെ പുതുതാക്കട്ടെ, ഇവരെ സൗഖ്യമാക്കട്ടെ, ഇവരെ ബലപ്പെടുത്തട്ടെ, ഇവരുടെ സ്ഥിതികളെ മാറ്റട്ടെ. ദൈവശബ്ദം എങ്ങനെ കേൾക്കാമെന്നുള്ള ഈ മർമ്മങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു പുതിയ വഴിത്തിരിവാക്കി അങ്ങ് മാറ്റണമേ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, മനസ്സ് പുതുക്കപ്പെടട്ടെ, മനസ്സ് തുറന്നു വരട്ടെ. മനസ്സിനെ, ഹൃദയത്തെ കുരുടാക്കുന്ന ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചിൻ്റെ പ്രവർത്തികളെ ഈ കേൾക്കുന്നവരിൽ നിന്ന് ഞാൻ മാറ്റുന്നു. യേശുവിൻ നാമത്തിൽ ഇവർ സൗഖ്യമാകട്ടെ. ആ പിശാചിൻ്റെ പ്രവർത്തികളെ ഞാൻ അഴിച്ചു മാറ്റുന്നു. ഇന്നു മുതൽ ബൈബിൾ വായിക്കുമ്പോൾ ദൈവശബ്ദം അവർ കേൾക്കട്ടെ. അവരുടെ യാത്രയിൽ, ചിന്തയിലെല്ലാം ഈ അനുഗ്രഹം അവർക്കുണ്ടാകട്ടെ.
സാമ്പത്തിക ഉറവകൾ തുറന്നു വരട്ടെ. ജീസസ് എവരിഡിക്ക് വേണ്ടി കൈത്താങ്ങൽ തരുന്ന അവരുടെ എല്ലാ വഴികളും തുറന്നു വരട്ടെ. അവരുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടികൾ ഉണ്ടാകട്ടെ. ഇന്നൊരു ജയത്തിൻ്റെ യാത്ര ഇവർക്കുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ അത്ഭുതകരമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. നാളെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്കുണ്ട്. വരണം. വന്നാൽ വ്യക്തിപരമായി കണ്ടിട്ടേ പോകാവൂ. ഞാനിവിടെ ഉണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാപിക്കാം. തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ തുടരുന്നതാണ്. നിങ്ങൾ ജീസസ് എവരിഡേ എന്ന ഈ പ്രോഗ്രാമിനെ നിങ്ങൾ വളരെയധികം പ്രോത്സാഹനത്തോടെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തും പല രീതിയിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനങ്ങളെ കാത്തിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവത്തിൻ പുത്രനാ യേശു പൂജാതനാ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. ദൈവത്തിൻ പുത്രനാ യേശു പൂജാതനാ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. താൻ വാഴുകയാ, ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ഈ ലോകജീവിതം. താൻ വാഴുകയാ, ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ഈ ലോകജീവിതം. ആദി വേണ്ട ചേർന്ന് ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്നിലുണ്ട്, തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും താൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്നിലുണ്ട്, തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും താൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാ, ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ഈ ലോകജീവിതം. താൻ വാഴുകയാ, ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ഈ ലോകജീവിതം. ഇവിടെ നിൽക്കുന്ന ആരൊക്കെ, ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന ആരൊക്കെ അനാഥത്വം എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല. പക്ഷെ അവരോട് പറയട്ടെ, നമ്മൾ അനാഥരല്ല.
അശരണരല്ല. കാര്യം നാം ദൈവത്തിൻ്റെ കൂട്ടവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്, യേശുവിൻ്റെ മക്കളാണ്. അനാഥത്വം എന്നുള്ളത് ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ മാറട്ടെ. ഒറ്റപ്പെടൽ എന്നുള്ളത്, ആരുമില്ലെന്നുള്ള ചിന്തകൾ ഇന്ന് മാറട്ടെ. കാര്യം നിങ്ങളുടെ ഭാവി കർത്താവിൻ്റെ കയ്യിലാണ്. ദോഷമായി ഒന്നും താതൻ ചെയ്യത്തില്ല. നമ്മൾ പ്രതീക്ഷ വെച്ചതെല്ലാം പോയെങ്കിലും ദോഷമായി ഒന്നും താതൻ ചെയ്യത്തില്ല. ഇന്ന് ചേർന്ന് പാടിയട്ടെ. അനാഥനല്ല ഞാൻ, ഒന്ന് കൺഫ്യസ് ചെയ്തേ. അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ, അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ. എത്രമോ അനാഥനല്ല, അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ, അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ. Oh, because he lives, because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds my future, and life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds my future, and life is worth the living just because. താൻ മാറുകയാൽ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം. താൻ മാറുകയാൽ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം. താൻ മാറുകയാൽ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം.